ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് പവിത്ര. ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോവുകയാണ് ട്രിവാൻഡ്രത്തോട്ട്. അപ്പോൾ അതിലെൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അമ്മയും അമ്മമ്മയും പിന്നെ ഉണ്ണിവല്യച്ഛനുമാണ്. ഉണ്ണിവല്യച്ഛൻ എൻ്റെ അമ്മയുടെ കസിനാണ്. ഉണ്ണിവല്യച്ഛൻ ട്രിവാൻഡ്രത്ത് കുറേ കാലം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ട്രിപ്പ് പോകാൻ പ്ലാൻ ഇട്ടപ്പോൾ മൂപ്പരോട് കാണിച്ചു തരാൻ പറ്റുമോ, ഞങ്ങൾ കൂടെ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ മൂപ്പരും കൂടി സമ്മതിച്ച് ഞങ്ങൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുവാണ്. രാവിലെയുള്ള 6 മണിയുടെ ട്രെയിനാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങളൊരു 1:30 ആയപ്പോഴേക്കും ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല വിശപ്പായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല. റെയിൽവേ സ്റ്റേഷനിൽ തന്നെയുള്ളൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടൽ മുറിയിൽ ഞങ്ങൾ സ്റ്റേ ഒക്കെ സെറ്റാക്കി. അതിന് ശേഷം പിന്നെ ഞങ്ങൾ കറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ കറങ്ങാൻ വേണ്ടി തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ എത്തിയ ദിവസം ആക്ച്വലി ഗണേശ ചതുർത്ഥി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഏരിയയിൽ പഴവങ്ങാടി ശ്രീ ഗണപതി ക്ഷേത്രമൊക്കെ അവിടെയായിരുന്നു. അപ്പം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ആദ്യം പോയി ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതിന് ശേഷം പിന്നെ ഞങ്ങൾ അടുത്ത് തന്നെയായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രം. അപ്പം അവിടേക്കും പോകാമെന്ന് വെച്ചു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ആക്ച്വലി മുണ്ടില്ലാതെ അകത്തേക്കൊന്നും കയറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മുണ്ടൊക്കെ വാങ്ങേണ്ടി വന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്ന്, അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നൊക്കെ. അങ്ങനെ അന്നത്തെ ആക്ച്വലി ഞങ്ങളെ ഡേ ഒക്കെ കഴിയാനായി. കാരണം നല്ല ക്ഷീണമുണ്ടായിരുന്നു, യാത്രയുടെ ആ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം തന്നെ അമ്പലത്തിൽ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയി. അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. റോഡിലൊക്കെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. രാത്രി വരുന്ന സമയത്ത് ആക്ച്വലി ഇങ്ങനെ അമ്പലമൊക്കെ അലങ്കരിച്ചിരിക്കുന്നതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ വേഗം തന്നെ റോഡിലൊക്കെയാണ് ഫുൾ ആളുകൾ. വേഗം തന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കഴിച്ചിലായി പോയി. പിന്നെ രാത്രി ഞങ്ങൾ അവിടെ തന്നെയുള്ള അന്നപൂർണ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഞങ്ങൾ മസാല ദോശ കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ മുറിയിൽ പോയിട്ട് ഫ്രഷൊക്കെ ആയി. എന്നപ്പോഴേക്കും ഞങ്ങളുടെ ഒരു റിലേറ്റീവ് സജിമാമ ഞങ്ങൾ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. മൂപ്പരും ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ സജിമാമനോട് ഞങ്ങൾ കുറച്ച് കഥയൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. പിന്നെ നിങ്ങളാരും എന്നെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് ഞാൻ, പവിത്ര എന്നാണ് എൻ്റെ പേര്. അങ്ങനെ നെക്സ്റ്റ് ഡേ കറങ്ങാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ലേറ്റായി. പിന്നെ ചൂടായപ്പോൾ ഞാൻ മുടിയൊന്നും അങ്ങനെ അയച്ചിട്ടില്ല, അവൻ തന്നെ കെട്ടിപ്പൊക്കി വെച്ചു. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് സജിമാമൻ്റെ വകയായിരുന്നു. അങ്ങനെ സജിമാമൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങി തന്നു, ഇഡ്ഡലിയും വടയും. അങ്ങനെ ഞങ്ങൾ അതാണ് കഴിച്ചത്. പിന്നെ ഞങ്ങൾ സജിമാമൻ ഞങ്ങൾ നെക്സ്റ്റ് ഡേ കോവളത്ത് പോകാനായിട്ടായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സജിമാമന് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്തു. ഞങ്ങൾ ബസ്സിൽ കയറി ഞങ്ങൾ കോവളത്തോട്ട് പോയി. കോവളം ബീച്ചിൽ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അധികം അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ ഞങ്ങളങ്ങനെ നടന്നു. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറേ ഷോപ്പൊക്കെ ഉള്ള ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നടന്ന് വെറുതെ ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം പിന്നെ ഞാൻ നിർബന്ധിച്ച അമ്മേനെ കൊണ്ട് ഞാനും അമ്മയും കൂടി കുറച്ച് നേരം വെള്ളത്തിൽ ഇങ്ങനെ കാലൊക്കെ നനയ്ക്കാൻ വേണ്ടി വെറുതെ പോയി. അധികമൊന്നും കളിച്ചില്ല കേട്ടോ. എനിക്ക് താഴോട്ട് നോക്കുമ്പോൾ തന്നെ തല ഇറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വേഗം തന്നെ പോയി. ഞങ്ങൾ നെക്സ്റ്റ് നമ്മൾ ലൈറ്റ് ഹൗസിൽ പോയി ആ ഒരു ടോപ്പിൽ നിന്നുള്ള ആ ഒരു വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടോട്ട് കയറുന്ന കാര്യം കുറച്ച് പ്രശ്നമായിരുന്നു. അമ്മമ്മയ്ക്കൊക്കെ ഭയങ്കര എന്താ പറയുക, കുത്തനെയുള്ള ഒരു കയറ്റമായിരുന്നു, സ്റ്റെപ്പായിരുന്നു. അപ്പം അവർ കയറാൻ വേണ്ടിയിട്ട് അമ്മമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്മമ്മേനെ കുറച്ച് പേരൊക്കെ അവിടെ നിന്ന് സഹായിച്ച് ഞങ്ങൾ മുകളിലൊക്കെ കയറി. മുകളിൽ കയറിയപ്പം അടിപൊളി വ്യൂ ആയിരുന്നു. പിന്നെ കുറേ ഈകളൊക്കെ ഇങ്ങനെ പറന്നുകൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ അവിടുന്ന്. അതുകൊണ്ട് തന്നെ അങ്ങനെ പോരാൻ തോന്നില്ല. അങ്ങനെ പിന്നെ അമ്മമ്മ ഇറങ്ങാൻ കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ ഉണ്ണിവല്യച്ഛൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ട്രിവാൻഡ്രം മ്യൂസിയത്തിലായിരുന്നു ഉണ്ണിവല്യച്ഛൻ വർക്ക് ചെയ്തത്. അപ്പോൾ അവിടുത്തെ മ്യൂസിയം, ആർട്ട് ഗാലറി, സൂ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നെക്സ്റ്റ് പോയത്.
ആ സ്ഥലമൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നല്ല ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലപോലെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ അധികം ഷൂട്ടൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തു എന്നേ ഉള്ളൂ. അവിടെ അവരുടെ കൂടെ വർക്ക് ചെയ്ത് ഒരുപാട് പേരൊക്കെ കണ്ട് പരിചയപ്പെട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ആർട്ട് ഗാലറി പോയി. ആർട്ട് ഗാലറിയിൽ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അവിടെ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അതിനെ ഒരുപാട് നേരം ഞാനിങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് പെയിൻറ്റിങ്ങൊക്കെ. ആ ഒരു ഏരിയ ഒക്കെ നല്ലപോലെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പുതിയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ഉണ്ണിയിൽ വെച്ച് വർക്ക് ചെയ്ത സമയത്ത് ഇത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞു. ആ ഏരിയ ഒക്കെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ സൂയിലോട്ട് പോയി. സൂയിൽ ഈ ഒരു ഹിപ്പോപ്പൊട്ടാമസിനെ ഞങ്ങൾ കുറേ നേരം നോക്കിയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ അതിൻ്റെ ബേബി ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് പിന്നും വെള്ളത്തിലോട്ട് ചാടി അങ്ങനെ കുറേ നേരം കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു. അങ്ങനെ പല പല മൃഗങ്ങളെയും ഒക്കെ കണ്ട് പിന്നെ ഞങ്ങൾ ടയേർഡായി കുറേ നടന്നിട്ട്. വൈകിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലാണ് കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെയായിരുന്നു കറക്റ്റ് നട തുറന്നിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ തിരുവാതിരക്കളിയൊക്കെ കുറച്ച് നേരം കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ വേഗം തന്നെ മടങ്ങി കേട്ടോ. ഞങ്ങൾ കംപ്ലീറ്റ് എനർജിയും തീർന്നിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ ഡിന്നർ കഴിച്ച് ഞങ്ങൾ റൂമിലെത്തി ഫ്രഷ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ 2 ദിവസത്തെ ട്രിവാൻഡ്രം വ്ളോഗ്. ഇനിയും വേറെ വീഡിയോസായിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.